ബൈബിളിൽ നടന്ന ചില സംഭവങ്ങൾ ഇക്കാലത്താണ് സംഭവിക്കുന്നതെങ്കിൽ എപ്രകാരമായിരിക്കുമെന്ന് ഭാവനയിൽ കണ്ട് അവതരിപ്പിക്കുന്നതാണ് ഈ വാർത്ത. സാങ്കല്പിക അവതരണമായതിനാൽ വാർത്താവായനയുടെ ഘടനയ്ക്ക് യോജിക്കുന്ന ചില മാറ്റങ്ങൾ ഇതിലുണ്ട്. BBN ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അക്സ ബാലൻ. പ്രധാന വാർത്തകൾ. കരാർ ലംഘനം, നവദമ്പതികൾ അറസ്റ്റിലേക്ക്. നൈൽ നദിയിൽ നിന്നും പെട്ടകത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ശിശുവിനെ മിസ്രൈം രാജകുമാരി ദത്തെടുത്തതായി മിസ്രൈം കൊട്ടാരത്തിനുള്ള ഔദ്യോഗിക റിപ്പോർട്ട്. ഹാബേലിന്റെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൺവെൻഷനിൽ പങ്കെടുക്കവെ 3-ാം നിലയിൽ നിന്ന് യൂത്തിക്കോസ് എന്ന വ്യക്തി വഴുതി വീണു മരിച്ചു. യോസേഫിന്റെ തിരോധാനം വഴിത്തിരിവിലേക്ക്, അന്വേഷണം CBIക്ക് കൈമാറി. വാർത്തകൾ വിശദമായി. കരാർ ലംഘനം, നവദമ്പതികൾ അറസ്റ്റിലേക്ക്. ഏദൻ എന്ന തോട്ടത്തിലെ പരിപാലനത്തിനായി തോട്ടമുടമയും ലോകരക്ഷിതാവുമായ യഹോവയായ ദൈവം നിശ്ചിത കരാറിന്മേലാണ് ആദം ഹവ്വ ദമ്പതികളെ തോട്ടം ഏൽപ്പിച്ചിരുന്നത്. തോട്ടത്തിലെ എല്ലാ ആദായം എടുക്കുവാനും അവിടെ പാർപ്പാനും അനുവാദമുണ്ടായിരുന്നുവെങ്കിലും തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലങ്ങൾ കഴിപ്പാൻ അനുവാദമില്ല എന്നുമായിരുന്നു കരാർ നിബന്ധന. കരാർ ലംഘിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ദമ്പതികൾ ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ആദം, കേൾക്കാമോ? എന്താണ് അവിടെ സംഭവിച്ചത്? പറയൂ. ഞാൻ തോട്ടത്തിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഭാര്യ ഒരു പകുതി കടിച്ചൊരു പഴം എനിക്ക് തന്നു. ഭാര്യ തന്നതല്ലേ, ഞാനൊന്നും ആലോചിച്ചില്ല, ഞാനും കഴിച്ചു. അതെ, എനിക്ക് പറയാനുണ്ട്. ഞാൻ തോട്ടത്തിരിക്കുമ്പോൾ പാമ്പിൻ്റെ രൂപത്തിൽ ഒരു സെയിൽസ്മാൻ പഴവുമായി വന്നു. ആ പഴം കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. കരാർ പ്രകാരം കഴിക്കാൻ പാടില്ലാത്ത പഴം ഇതെന്ന്. ഞാൻ വേണ്ടെന്ന് അയാളോട് 1000 വട്ടം പറഞ്ഞാ. എന്നാൽ ആ സെയിൽസ്മാൻ തിന്നു പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഈ പഴം നിന്ന് ഒന്നും പറ്റില്ല, ദൈവത്തെ പോലെ ആകുമെന്നുള്ളൂ, വേറെ ഒന്നും പറ്റില്ല, ധൈര്യമായിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. എല്ലാവരും ചെയ്യണ പോലെ ഞാനും ആ പഴം എടുത്തും കഴിച്ചു. അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അറിയാൻ പാടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ പാപത്തിൻ്റെ ബിസിനസ് നടന്നത് സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് എന്നെ പറ്റിച്ചതാ. എനിക്ക് വേറെ ഒന്നും അറിയാൻ പാടില്ല. ആ പാമ്പ് എവിടെ? എനിക്കറിയില്ല. അപ്പം മുങ്ങിയത് അയാൾ. പിന്നെ ഇതുവരെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. കൂട്ടുപ്രതി എന്ന് സംശയിക്കുന്ന പാമ്പ് ഒളിവിൽ. നൈൽ നദിയിൽ നിന്നും പെട്ടകത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ശിശുവിനെ മിസ്രൈം രാജകുമാരി ദത്തെടുത്ത മിസ്രൈം കൊട്ടാരത്തിനുള്ള ഔദ്യോഗിക റിപ്പോർട്ട്. നൈൽ നദിയിൽ തോഴിമാരോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് ഒരു പെട്ടകം ഒഴുകി വരുന്നത് കുമാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടകം തുറന്നപ്പോൾ ഏകദേശം 3 മാസം പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുഞ്ഞിനെ കണ്ടതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസം BBN ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് മാതാപിതാക്കൾ ആരന്വേഷിച്ചെത്താത്തതിനെ തുടർന്ന് മിസ്രൈം രാജകുമാരി തന്റെ മകനായ ശിശുവിനെ ദത്തെടുത്തുവെന്ന് മിസ്രൈം കൊട്ടാരത്തിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഹാബേലിന്റെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സഹോദരൻ സംശയത്തിന് നിഴലിൽ. ദുരൂഹ സാഹചര്യത്തിൽ വയലിൽ കണ്ടെത്തിയ ജഡം ഹാബേലിന്റെതെന്ന് മാതാപിതാക്കളും ബന്ധുക്കളും തിരിച്ചറിഞ്ഞു. സഹോദരനായ കൈനോടൊപ്പം ഹാബേൽ യാഗം കഴിക്കാൻ പോയതായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചോ എന്നറിയില്ല. തന്റെ മകനായ കൈനെയും കാണാനില്ല. അവന് വല്ല അപകടവും സംഭവിച്ചോ എന്ന ഭയത്തിലാണ് കുടുംബം. കൈന് ഹാബേലിനോട് മുൻവൈരാഗ്യമുണ്ട് എന്നും ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിക്കുകയും തന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്നുമുള്ള ദുഃഖം കൈൻ പങ്കുവച്ചിട്ടുണ്ടെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. പോലീസ് കൈനായി തിരച്ചിൽ ആരംഭിച്ചു. കൈന്റെ ചിത്രം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിപ്പിച്ചിട്ടുണ്ട്. ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ കിട്ടിയത്. കൺവെൻഷനിൽ പങ്കെടുക്കവേ 3-ാം നിലയിൽ നിന്ന് വഴുതി വീണ് മരിച്ചു എന്ന് വാർത്ത വന്ന യൂത്തിക്കോസ് ജീവിതത്തിലേക്ക്. സംഭവ സ്ഥലത്ത് നിന്ന് നമ്മുടെ റിപ്പോർട്ടർ നിസി ചേരുന്നു. നിസി, എന്താണ് അവിടെ സംഭവിച്ചത്? അക്സ, ത്രോവ സ്വദേശിയായ യൂത്തിക്കോസ് യാതൊരു ദുശീലവുമില്ലാത്ത ഭക്തനായ ഒരു വ്യക്തിയാണെന്നാണ് സഭാവിശ്വാസികളിൽ നിന്ന് ലഭിച്ച വിവരം. പൗലോസിന്റെ പ്രസംഗത്തിനിടയിലാണ് 3-ാം തട്ടിൽ നിന്ന് യൂത്തിക്കോസ് വഴുതി വീണത്. നമുക്ക് യൂത്തിക്കോസിനോട് തന്നെ ചോദിച്ചറിയാം. യൂത്തിക്കോസ്, സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോൾ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു. അതെ യൂത്തിക്കോസ്, അന്ന് എന്താണ് സംഭവിച്ചതെന്ന് BB ന്യൂസിനോട് ഒന്ന് പങ്കുവെക്കാമോ? അന്ന് സംഭവിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരാധനയിൽ സമർപ്പണത്തോടെ പങ്കെടുക്കുമായിരുന്നു. അവിടെ ഇരിക്കാൻ സ്ഥലക്കുറവുള്ളതുകൊണ്ട് ഞാൻ ജനലിൻ്റെ അരികെ ഇരുന്നാണ് വചനം കേട്ടുകൊണ്ടിരുന്നത്. നല്ല ഇളം തണുത്ത കാറ്റിൽ ആ വചനത്തിൻ്റെ ആഴമായ അനുഭവത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. പൗലോസ് ഉപദേശിയായിരുന്നു അന്ന് പ്രസംഗിച്ചത്. പൗലോസ് ഉപദേശിയുടെ പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വചനത്തിൻ്റെ ആ മർമ്മങ്ങളെയൊക്കെ വിശദീകരിച്ചുള്ള ആ ഒരു പ്രസംഗം, ഞാൻ അതിൻ്റെ ഓരോ വാക്കുകളും കേട്ട് ധ്യാനിച്ചിരിക്കുമ്പോൾ ഞാൻ തന്നെ അറിഞ്ഞില്ല എൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയത്. അപ്പോഴേക്ക് 3-ാം തട്ടിൽ നിന്ന് ഞാൻ വഴുതി താഴേക്ക് വീണു. തലയ്ക്ക് വല്ലാത്തൊരു ഭാരവും വേദനയും, അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അപ്പോഴാണ് കൂടെയുള്ളവർ ഞാൻ മരിച്ചെന്നും പൗലോസ് ഉപദേശി പ്രാർത്ഥിച്ചപ്പോഴാണ് ജീവൻ തിരിച്ചു കിട്ടിയെന്നും ഒക്കെ ഞാൻ അറിയാനിടയായി തീർന്നത്. കാര്യം പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല. കർത്താവിൻ്റെ കരുണ, പിതാവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു.
ഞാനും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. എന്തായാലും കർത്താവിന്റെ കൃപ തന്നെയാണ് ഈ അത്ഭുത വിടുതലിന് പിന്നിലെന്ന് നിസ്സംശയം പറയാം. സംഭവ സ്ഥലത്ത് നിന്ന് ക്യാമറമാൻ അലനോടൊപ്പം റിപ്പോർട്ടർ നിസി. ആരാധന സമയത്ത് ഉറങ്ങുന്നവർക്ക് ഈ സംഭവം ഒരു പാഠമാണ്. യോസെഫിന്റെ തിരോധാനം അന്വേഷണം CBIക്ക് കൈമാറി. യോസെഫിന്റെ തിരോധാനം അന്വേഷണം തൃപ്തികരമല്ലെന്ന പൗരസമിതിയുടെ സമരത്തെ തുടർന്ന് സർക്കാർ അന്വേഷണം CBIക്ക് കൈമാറി. യോസെഫിന്റെ അസ്വാഭാവിക തിരോധാനത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യലിനായി യോസെഫിന്റെ സഹോദരങ്ങളോട് നാളെ CBI ഓഫീസിൽ ഹാജരാകണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട്. യോസെഫിന്റെ സഹോദരങ്ങൾ പറയുന്നത് തന്റെ അനുജൻ വന്യമൃഗത്തിന്റെ അക്രമത്തിൽ മരിച്ചുവെന്നും രക്തം പുരണ്ട നിലങ്കി അവർക്ക് ലഭിച്ചുവെന്നുമാണ്. പിതാവായ യാക്കോബ് നിലങ്കി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്കായി നിലങ്കി അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം ഒരാഴ്ചയ്ക്ക് ശേഷമേ ലഭ്യമാകുകയുള്ളൂ. ഇനിയും സംശയങ്ങൾ ബാക്കി. വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ സഹോദരങ്ങൾ അടുത്തുണ്ടായിരുന്നോ? എങ്ങനെയാണ് യോസെഫിന്റെ മരണം നിലയങ്കിയിലെ രക്തം കൊണ്ട് മാത്രം ഉറപ്പിച്ചത്? മരിച്ച വ്യക്തിയുടെ ശരീര അവശിഷ്ടങ്ങൾ എവിടെ? ദുരൂഹതകൾ ഒഴിയാതെ യോസെഫിന്റെ തിരോധാനം. കൗതുക വാർത്തകൾ. സംസാരിക്കുന്ന കഴുത കൗതുകമാകുന്നു. ബിലിയാം എന്ന വ്യക്തിയുടെ കഴുതയാണ് മനുഷ്യരെ പോലെ സംസാരിച്ച് കൗതുകമാകുന്നത്. BBN ക്യാമറമാൻ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യത്തിലേക്ക്. എനിക്കറിയില്ല, എന്റെ യജമാൻ എന്നെയും കൂട്ടി എവിടെയോ പോവായിരുന്നു. പെട്ടെന്ന് ഞാനൊരു ദേവതനെ കണ്ട് ഭയന്ന് മാറിയെന്നു. അപ്പൊ ഇയാളെന്നെ അടിച്ച്. പിന്നെ എനിക്കങ്ങനെ ദേഷ്യം വന്നിട്ട് ഇയാളെ കാല് ഞാൻ മതിലിലോട്ട് വെച്ചൊരു ഞെക്കങ്ങട് ഞെക്കി. ഈ ദുഷ്ടനെ പിന്നെ അടിച്ചെന്നേ. അങ്ങനെ 3 വട്ടം എന്നെ ഇയാൾ അടിച്ച്. സാഹി കിട്ടിട്ട് ഞാൻ 4 വർത്താനം അങ്ങോട്ട് പറഞ്ഞു. കഴുതയില് എനിക്കും എന്റെ വേദന. ഈ വലിയ മനുഷ്യനെ കുറെ നാള് ചുമന്നോണ്ട് നടന്നതാ ഞാൻ. എന്നിട്ട് ഒരിക്കൽ പോലും ഇയാൾക്ക് ഒരു പോറല് പോലും വരുത്തിയിട്ടില്ല. എനിക്ക് ഓർക്കുമ്പോ കരച്ചിൽ വരുന്നു. കായിക വാർത്തകൾ. സോതോമിൽ നടന്ന ഓട്ട മത്സരത്തിൽ ലോത്തിന് കിരീടം. കൂടെയുള്ളവരെ ബഹുദൂരം പിന്നിലാക്കിയാണ് ലോത്ത് ഈ നേട്ടം കൈവരിച്ചത്. ലോത്തിന്റെ ഭാര്യയും മത്സരത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും മത്സര നിബന്ധന ലംഘിച്ച് തിരിഞ്ഞു നോക്കിയതിനാൽ ഉപ്പുതൂണായി തീർന്നു. വേൾഡ് വൈഡ് മാരത്തൺ നടക്കുന്നു. ചിലർ തുടക്കത്തിലും ചിലർ പാതി വഴിയിലും പിന്മാറുന്നുണ്ട്. എന്നാൽ ചിലർക്ക് മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. മാരത്തോണിന്റെ അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആയതിനാൽ മത്സരാർത്ഥികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം പൂർത്തീകരിച്ച് വിജയിക്കുന്നവർക്ക് എല്ലാവർക്കും ജീവകിരീടമാണ് പ്രതിഫലം. കാലാവസ്ഥ. കിങ്ഡം ഓഫ് സാത്താനിലെ കാലാവസ്ഥ. റിപ്പോർട്ടർ മിസ്റ്റർ ധനവാൻ നമ്മളോട് ചേരുന്നു. ധനവാൻ, എന്താണ് അവിടുത്തെ കാലാവസ്ഥ? അക്സ, ഇപ്പോൾ കിങ്ഡം ഓഫ് സാത്താനിലെ ഏറ്റവും കുറഞ്ഞ ചൂട് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ എല്ലായിടത്തും തീയാണ്. ഈ തീയിലും മനുഷ്യരും പുഴുക്കളും ചാകാതെ വെന്തുരുകയാണ്. ഒരിറ്റ് വെള്ളം കിട്ടാനില്ല. എന്നിട്ടും 100 കണക്കിന് ആളുകളാണ് ഇവിടെ ദിവസവും വരുന്നത്. BB ന്യൂസിന് വേണ്ടി ധനവാൻ, കിങ്ഡം ഓഫ് സാത്താൻ. കിങ്ഡം ഓഫ് ഹെവനിലെ കാലാവസ്ഥ. നമ്മുടെ റിപ്പോർട്ടർ ബ്രദർ ലാസർ, എന്താണ് ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ? അക്സ, ഇവിടുത്തെ കാലാവസ്ഥ വളരെ സുഖകരമാണ്. ചൂടോ തണുപ്പോ അധികമായില്ല. എങ്ങും മനോഹരമായ കാഴ്ചകൾ. എന്നിട്ടും ഇവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഈ രാജ്യത്തിൻ്റെ കാലാവസ്ഥയും ജീവിത അന്തരീക്ഷവും സംബന്ധിച്ചുള്ള അറിവില്ലായ്മയാണ് ഇതിന് കാരണം. സർവ്വലോക സൃഷ്ടാവായ യഹോവയുടെ ഈ രാജ്യത്തെക്കുറിച്ച് ബോധവൽക്കരണം ജനങ്ങളിൽ എത്തിക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരാർ ലംഘനം. നവദമ്പതികൾ അറസ്റ്റിലേക്ക്. നൈൽ നദിയിൽ നിന്നും പെട്ടകത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ശിശുവിനെ മിസ്രൈം രാജകുമാരി ദത്തെടുത്തതായി മിസ്രൈം കൊട്ടാരത്തിനുള്ള ഔദ്യോഗിക റിപ്പോർട്ട്. ഹാബേലിന്റെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. യോസെഫിന്റെ തിരോധാനം വഴിത്തിരിവിലേക്ക്. അന്വേഷണം CBIക്ക് കൈമാറി. വാർത്തകൾ അവസാനിക്കുന്നില്ല. വീണ്ടും കാണാം. നന്ദി.